ഏറ്റവും കൂടുതൽ ഡയബറ്റിക് വരാനായിട്ട് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് മസിൽ മാസ് ഇല്ല. അതായത് ചിലർ വണ്ണം വെക്കും, വയറ് ചാടി വരും, ഫാറ്റ് നിറഞ്ഞിരിക്കും. പക്ഷേ ഇങ്ങനെ വണ്ണം വെച്ച് വയറ് ചാടി ഫാറ്റ് നിറഞ്ഞ വയറോട് കൂടി ഇരിക്കുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ മസിൽ നോക്കുമ്പോൾ കൈയും കാലും ഒക്കെ ശോഷിച്ചിരിക്കും, വയറ് മാത്രമേ ആ ശരീരത്തിൽ കാണത്തുള്ളൂ. അതാണ് മെയിനായിട്ട് ഡയബറ്റിക്കിന് ഏറ്റവും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മസിൽ ജിമ്മിൽ പോയിട്ട് മസിൽ എന്താ പറയുക മസിൽ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ മസിൽ നമുക്ക് ആവശ്യമാണ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി പല ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന മസിൽസാണ്, നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, ഫ്രാക്ചർ വരാതെ നോക്കുന്നതാണ്, അതേപോലെ തന്നെ മൂഡിനെ കൺട്രോൾ ചെയ്യുന്നത് മസിൽസാണ്, നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്തുന്നത് മസിലാണ്. അപ്പം നന്നായിട്ട് മസിലിനെ മൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഷുഗറിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയും. അത് ഷുഗർ കുറയ്ക്കാനായിട്ട് ഏറ്റവും ഡയറ്റ് നോക്കുന്നവരുണ്ട്, മരുന്ന് കറക്റ്റായിട്ട് എടുക്കുന്നവരുണ്ട്. ഇവർ മസിൽ മൂവ്മെന്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഷുഗർ കുറയില്ല. അപ്പോൾ ഈസി ആയിട്ട് ഷുഗർ കുറയ്ക്കാൻ പറ്റിയൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മസിലിനെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുക. അതായത് സിറ്റപ്സ്, ഇരുന്നെഴുന്നേക്കുക, പുഷപ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 കിലോയുടെ ഡംബിൾസ് എടുത്തേച്ച് നമ്മൾ